ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു സൂറത്തിനെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സൂറത്ത്, എപ്പോഴാണ് ആ സൂറത്ത് ഓതേണ്ടത്, എത്ര പ്രാവശ്യമാണ് ആ സൂറത്ത് ഓതേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم ادفع بلياتنا يا دافع البليات. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്ത് മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ, സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ, ഉമ്മമാരുപ്പമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും തുടർന്നുള്ള നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ എന്നും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ സങ്കടമുള്ള ആളുകൾ ഫോൺ വിളിച്ച് പറയാറുണ്ട്, അതോടൊപ്പം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് താഴെ കമന്റ് ഇടാറുണ്ട്. ഏതായാലും എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടിയും മജ്ലിസിന്റെ അവസാനം ദുആ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം. അതുകൊണ്ട് അവസാനം വരെ ക്ഷമയോടുകൂടെ ഇരിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല സമയത്തും ഫോൺ വിളിക്കാറുണ്ട്. ചില സമയത്ത് എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല. അത്യാവശ്യമുള്ള ആളുകളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഇൻഷാ അല്ലാഹ് എനിക്ക് ഒഴിവുള്ള സമയത്ത് ഞാൻ അതിൽ നോക്കി നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കുമെന്ന് ഉണർത്തുകയാണ്. ഫോൺ വിളിച്ചാൽ പലപ്പോഴും എനിക്ക് എടുക്കാൻ പ്രയാസമാകാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, ഉസ്താദെ ഉദ്ദേശം പൂർത്തിയാകാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങളെ ആഗ്രഹങ്ങൾ സഫലമാകാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ ഉദ്ദേശങ്ങൾ, നമ്മളെ ആഗ്രഹങ്ങൾ സഫലമാകാൻ നമ്മൾ ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അഥവാ ഫാത്തിഹ സൂറത്തിനെ കുറിച്ചാണ്. ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മുമ്പൊരു മജ്ലിസിൽ ഫാത്തിഹ സൂറത്തിന്റെ 20ഓളം പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒഴിവുള്ള ആളുകൾ അതൊന്ന് കാണണമെന്ന് കൂടെ ഉണർത്തുകയാണ്. ഫാത്തിഹ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത്, എപ്പോഴാണ് ഓതേണ്ടത്, എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അതിന്റെ മുമ്പ് ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾക്കൊന്ന് പഠിച്ചു നോക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നത് ഇങ്ങനെയാണ്: അന്നഹ അഫ്ളലു സൂറത്തിൻ ഫിൽ ഖുർആൻ. ഖുർആനിലുള്ള സൂറത്തുകളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ സൂറത്താണ് ഫാത്തിഹ സൂറത്ത്. സുബ്ഹാനല്ലാഹ്, ആ ഫാത്തിഹ സൂറത്താണ് നമ്മൾ പതിവാക്കാൻ പോകുന്നത്. ആ ഫാത്തിഹ സൂറത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മറ്റൊരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഒരു സഹാബിയോട് പറയുകയാണ്, അതുഹിബ്ബുൻ ഉഅല്ലിമക സൂറത്തൻ, ഒരു സൂറത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനത്തെ ഒരു സൂറത്ത് മുൻഗാമികളായ പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. അവർക്ക് കൊടുത്ത ഗ്രന്ഥങ്ങളായ തൗറാത്തിലില്ല, സബൂറിലില്ല, ഇഞ്ചീലിലില്ല. അത്രയും പവർഫുള്ളായ ഒരു സൂറത്താണ്. മാത്രമല്ല വലാ
ഫിൽ ഖുർആനി മിസ്ലുഹാ, ഇതുപോലത്തെ മറ്റൊരു സൂറത്ത് ഖുർആനിലില്ല. ഇതുപോലത്തെ മറ്റൊരു സൂറത്ത്, ഇതുപോലെ ശ്രേഷ്ഠതയുള്ള മറ്റൊരു സൂറത്ത് ഖുർആനിലില്ല. അപ്പൊ ഫാത്തിഹ സൂറത്തിന്റെ മഹത്വം എത്രയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ് ഉമ്മുൽ ഖുർആൻ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഉമ്മുൽ ഖുർആൻ ഓതി കൊടുത്തു. ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞ ഫാത്തിഹ സൂറത്ത്. ഫാത്തിഹ സൂറത്തിന്റെ മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുർആൻ. ഈ പേരിനെ കുറിച്ച് ഞാൻ കൂടുതൽ വിശദമായി പറയുന്നില്ല. കാരണം നമ്മളെ മറ്റൊരു മജ്‌ലിസിൽ 20ഓളം പേരുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ മുത്ത് മുഅ്മിനീങ്ങളെ കേൾക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് അതൊന്നും ആവശ്യമില്ല. അതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ ശിഫാഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ രോഗങ്ങൾക്കുള്ള മരുന്നാണ്. അസൂയ, കിബ്ർ, അഹങ്കാരം തുടങ്ങിയ നമ്മളുടെ ഹൃദയത്തിന്റെ രോഗങ്ങളുണ്ടല്ലോ, അതിനൊക്കെ മരുന്നാണ് ഫാത്തിഹ സൂറത്ത്. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബിന്റെ അസുഖങ്ങൾ മാറ്റിത്തരണേ റഹ്മാനെ. അതുപോലെ ശിഫാഉം മിൻ കുല്ലി ദവാ, മറ്റൊരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ് ശിഫാഉം മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും മരുന്നാണ്. ഖൽബിന്റെ അല്ല, ജസദിന്റെ, ശരീരത്തിന്റെയും ഹൃദയത്തിന്റെയും എല്ലാ രോഗങ്ങൾക്കും മരുന്നാണ്. മാനസികമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഓദിക്കോ സൂറത്തുൽ ഫാത്തിഹ. അത് മരുന്നാണ്, അത് ശിഫയാണ്, അത് പ്രതിവിധിയാണ്. ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂല. അല്ലാഹുവിന്റെ റസൂല് നുണ പറയോ? അല്ലാഹുവിന്റെ റസൂല് വെറുതെ എന്തെങ്കിലും പറയോ? പറയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് സത്യമല്ലാതെ, അല്ലാഹുവിന്റെ വഹി പ്രകാരമല്ലാതെ ഒന്നും സംസാരിക്കാത്ത പ്രവാചകനാണ്. ആ റസൂല പറയുന്നത് ഫാത്തിഹ സൂറത്ത് എല്ലാ പ്രയാസങ്ങൾക്കും, മാനസികമാകട്ടെ, ശാരീരികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, എല്ലാറ്റിനും പരിഹാരമാണ്. മറ്റൊരു ഹദീസിലൂടെ കാണാം അന്നഹാ മിൻ കൻദിൻ മിൻ തഹ്തൽ അർശ്, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിലുള്ള നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ഫാത്തിഹ. അല്ലാഹുവിന്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? സുബ്ഹാനല്ലാഹ്, ആ സിംഹാസനത്തിന്റെ ചുവട്ടിലുള്ള നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ഫാത്തിഹ സൂറത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാര് പറയുന്നുണ്ട് അന്നഹാ ഹിർസും മിനശ് ശൈത്വാൻ, ശൈത്താനിൽ നിന്ന് കാവലാണ്. ശൈത്താൻ നമ്മളെ അടുക്കുക പോലുമില്ല. സിഹ്ർ ബാധിച്ച ഉമ്മമാരെ, സഹോദരിമാരെ, എൻ്റെ ഉപ്പമാരെ, എൻ്റെ സുഹൃത്തുക്കളെ, ചൊല്ലിക്കോളൂ ഫാത്തിഹ സൂറത്ത്. ഇങ്ങനെ നടക്കേണ്ട വേഗം തൂങ്ങിയിട്ട് ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് സിഹ്ർ ബാത്തിലാക്കുന്ന പറയുന്നത് ഫാത്തിഹ സൂറത്ത് ഓതിയാൽ ശൈത്താൻ അടുക്കുകയില്ല. കണ്ണേറ്, സിഹർ എന്നൊക്കെ പറഞ്ഞ ശൈത്താന്റെ ശർറാണ്. അസൂയാലുക്കൾ, അസൂയാക്ക് ശൈത്താന്റെ ശർറാണ്. അതിൽ നിന്നൊക്കെ കാവലാണ്. വൽ ജിന്നി, ശൈത്താനിയത്തായ ജിന്നുകളുണ്ട്. ജിന്നുകൾ പല രൂപത്തിലാണ്. നല്ല ജിന്നുകളുണ്ട്, മോശമായ ജിന്നുകളുണ്ട്. ആ മോശമായ ജിന്നുകളിൽ നിന്ന് കാവലാണ് സൂറത്തുൽ ഫാത്തിഹ. സുബ്ഹാനല്ലാഹ്, എന്തല്ലേ ആ ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണത്. അതാണ് നമ്മൾ ഇനി പതിവാക്കാൻ പോവാണ്. അതെപ്പോഴാ പതിവാക്കണമെന്നൊക്കെ നമ്മൾ പറയും. വൽ ഇൻസി, ശൈത്താന്മാരായ മനുഷ്യന്മാരുണ്ട്, ശത്രുക്കൾ, വെറുതെ നമ്മളെ ടെൻഷനാക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് അല്ലേ. ചിലപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമ്മളോട് ഇങ്ങനെ തല്ലൂടാനും ബക്കാണേൽക്കാനൊക്കെ വരും, ചണ്ട കൂടാനൊക്കെ വരും. അവരിൽ നിന്നൊക്കെ ഷർറ്, ആ ഷർറൊക്കെ നീങ്ങാൻ ഫാത്തിഹ സൂറത്ത് മതി എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയും ധാരാളം ഡസൻ കണക്കിന് ഹദീസുകളുണ്ട് ഫാത്തിഹ സൂറത്തിനെ കുറിച്ച്. എത്ര പേജുകളാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസിയൊക്കെ ഫാത്തിഹ സൂറത്ത് വിശദീകരിച്ചിട്ടുള്ളത്. ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് പറഞ്ഞാൽ തീരൂല എന്നാ. അതൊരു ദുആയാണെന്നാ പറയുന്നത്. ഫാത്തിഹ സൂറത്ത് ഒരു പ്രാർത്ഥനയാണെന്നാ പറയുന്നത്. എല്ലാം അള്ളാഹു അതിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു മഹാന്മാര്. അള്ളാഹു ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളൊക്കെ സുബഹി നിസ്കരിക്കുന്ന ആളുകളല്ലേ? എല്ലാവരും സുബഹി നിസ്കരിക്കൂലേ? നിസ്കരിക്കാത്ത ആളുകൾ കമന്റ് ഇടണം കേട്ടോ. സുബഹി നിസ്കരിക്കണം. സുബഹി നിസ്കരിക്കാത്തവന്റെ വീട്ടിൽ എത്ര റഹ്മത്തും ഉണ്ടാവില്ല, ഒരു ബർക്കത്തും ഉണ്ടാവില്ല. അവൻ എത്ര തോരുന്നിട്ടും കാര്യമല്ല. സുബഹിസ്കരിക്കാതെ ജോലിക്ക് പോയിട്ട് എത്ര സമ്പാദിച്ചിട്ടും കാര്യമല്ല, അത് കാണൂല, അതിൽ ബർക്കത്തും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഉമ്മമാരെ, അതുകൊണ്ട് ഭർത്താക്കന്മാരോടൊക്കെ സുബഹിസ്കരിക്കാൻ പറയാം, നമ്മൾ നിസ്കരിക്കുക. മക്കളോടൊക്കെ സുബഹിസ്കരിക്കാൻ പറയാം. എന്നാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മളെ വീട്ടിലുണ്ടാകുള്ളൂ. അപ്പോ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ സുബഹി നിസ്കരിക്കുക. സുബഹി നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ചെല്ലേണ്ട ദിക്റുകളൊക്കെ ഉണ്ടല്ലോ, സലാത്തുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചൊല്ലിയതിന് ശേഷം ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് ഫാത്തിഹ സൂറത്ത് 7 പ്രാവശ്യം, എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം പാരായണം
പാരായണം ചെയ്തോ, ആത്മാർത്ഥമായി നമ്മളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ മുമ്പിലേക്ക് വെച്ച് അള്ളാഹുവിന്റെ ഖുർആനാണ് ഞാൻ ഓതുന്നത്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളിൽ ഏറ്റവും മഹത്തമായ സൂറത്താണ് ഞാൻ ഓതുന്നത് അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ഉളുവോടുകൂടെ ഇരുന്ന് നിന്റെ നിസ്കാരപ്പായിൽ ഇരുന്ന് 7 പ്രാവശ്യം നീ സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഫാത്തിഹ സൂറത്ത് പതിവാക്കിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും, നിന്റെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സഫലമാക്കി തരും, സ്വാലിഹായ ഉദ്ദേശങ്ങളൊക്കെ പൂവണിയാൻ സാധിക്കും. അല്ലാഹുവേ ഞങ്ങളെ ആഗ്രഹങ്ങളൊക്കെ നീ പൂർത്തീകരിക്കണേ റഹ്മാനേ. അപ്പൊ എങ്ങനെയാ പറഞ്ഞത്? സുബഹി നിസ്കാരത്തിന്റെ ശേഷം നമ്മളെ ചെല്ലാനുള്ള ദിക്റുകളൊക്കെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഉളൂഇലായി ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് 7 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് പതിവാക്കുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അള്ളാഹുവിനോട് അങ്ങോട്ട് ദ്വയർക്കുക, ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ നടത്തി തരണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദ്വയർക്കുക. ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് മക്കളെ നൽകണേ അല്ലാഹ്, ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് വിവാഹ ജീവിതം നൽകണേ അല്ലാഹ്, ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് കടങ്ങൾ വെട്ടി തരണേ അല്ലാഹ്. അങ്ങനെ അള്ളാഹിനോട് ദ്വയർന്നാൽ ഇൻഷാ അല്ലാഹ് ആ ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് നമ്മളെ വീട്ടിലുണ്ടാകും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇത്രയും സമയം ക്ഷമയോടുകൂടെ ഈ മജ്ലിസിലിരുന്ന ഉമ്മമാരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അവരെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ, മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. കടങ്ങൾ വെട്ടിക്കൊടുക്കണേ അല്ലാ. കടം കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്, കടം പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണേ അല്ലാ, മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ഭർത്താക്കന്മാരെ ജോലിയിൽ മക്കളുടെ ജോലിയിലൊക്കെ ബർക്കത്ത് ഉണ്ടാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ ജോലിയിലും ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ദുസ്വഭാവം നന്നാക്കണേ അല്ലാ. സിഹ്ർ കണ്ണേറിനെ തൊട്ടൊക്കെ ഞങ്ങളെ കാക്കണേ അല്ലാ. അസൂയാലുക്കളെ തൊട്ട് ശത്രുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ അല്ലാ. ആഫിയത്ത് ആരോഗ്യം നൽകണേ അല്ലാ. ഭാര്യ മക്കളെ കാക്കണേ റഹ്മാനെ. നിന്റെ സംരക്ഷണത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബക്കാർക്ക് ജ്യേഷ്ഠന്മാർക്കൊക്കെ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അവരുടെ കുടുംബങ്ങൾക്ക് ഖൈർ നൽകണേ റഹ്മാനെ. ഞങ്ങളെ അയൽവാസികൾക്ക് ബർക്കത്തും സന്തോഷവും നൽകണേ അല്ലാ. പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിലുള്ളവരുടെ എല്ലാവരുടെ സാലിഹായ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗമാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാ. ഉന്നതയിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ആരൊക്കെ ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തുവോ അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവരെ സമയം വെറുതെയാക്കല്ല അല്ലാ. മുഅ്മിനീങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളെ മജ്ലിസിലുള്ള എല്ലാവരുടെ മനസ്സിലുള്ളതും നിനക്കറിയാം. പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.